പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ 2 വിദ്യാർത്ഥികൾ കൂടി സ്കൂൾ വിടുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ടി.സിക്കായി അപേക്ഷ നൽകി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഈ തീരുമാനം. സെന്റ് റീത്താസ് സ്കൂളിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നത് അറിയാലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കുമ്പം എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് നല്ലൊരു ഭയപ്പാടുണ്ട്. കാരണം അവിടുത്തെ ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും എടുക്കുന്നൊരു നിലപാട്, ടീച്ചേഴ്സല്ല PTA പ്രസിഡൻറ്റിനാരും പറയേണ്ടവരും അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നിലപാട് അത് നമ്മൾക്ക് ദോഷമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയപ്പാടിപ്പുണ്ട്. നിതിൻ അംബുജനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഇതിനിപ്പോൾ 2 കുട്ടികളാണല്ലോ സ്കൂൾ വിടാൻ ഒരുങ്ങുന്നത്. എന്താണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ? വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? ഉന്മേഷ്, സെന്റ് റീത്താസ് സ്കൂളിൽ നിലവിൽ നടക്കുന്ന വിവാദം തന്നെയാണ് ഈ 2 കുട്ടികൾ കൂടി സ്കൂൾ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ് സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് ഇപ്പോൾ TC വാങ്ങാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ കുട്ടികളുടെ രക്ഷിതാക്കളുമായി സംസാരിച്ചു. തോപ്പുംപടി സ്വദേശിയായ ഫിറുദോസും അതോടൊപ്പം തന്നെ ജസ്ന, ഇവരുടെ മക്കളായ 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ അവിടെ നിന്നും TC വാങ്ങി മറ്റു സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച TCക്ക് അപേക്ഷ നൽകി. ബുധനാഴ്ച തൊട്ട് തന്നെ TC ലഭിക്കും. അതിനുശേഷം മറ്റു സ്കൂളിലേക്ക്, അതായത് ഇപ്പോൾ അവർ ലേഡീസ് കോൺവെന്റ് എന്ന തോപ്പുംപടിയിലെ ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. ആ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഈ ശിരോവസ്ത്ര വിവാദത്തെ തുടർന്നാണ് ഇപ്പോൾ ആ തീരുമാനമെടുത്തിരിക്കുന്നത്. 8ാം ക്ലാസ് കുട്ടിക്ക് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ഈ കുട്ടികൾക്കുള്ള മൗലികാവകാശം അവിടെ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പ് സ്കൂൾ അധികൃതർ നൽകിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലിയ വിവാദം നടക്കുന്നുണ്ട്. മാത്രമല്ല പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പോൾ തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ ഹിജാബ് വിവാദത്തിൽ തുടർന്ന് പിന്നീട് മാനേജ്മെന്റും PTA അധികൃതരും എടുത്ത നിലപാട് ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നതും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ PTA പ്രസിഡന്റും കൂടാതെ ഈ സ്കൂൾ മാനേജ്മെന്റും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പല പരാമർശങ്ങളും വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ആ കുട്ടിയുടെ ഈ 2ലും 3ലും പഠിക്കുന്ന കുട്ടികളുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് സെന്റ് റീത്താസ് സ്കൂളിലെ പഠനം അത് ഗുണകരമാവില്ല എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തെന്നാണ് മാതാപിതാക്കൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ലേഡീസ് എന്ന മറ്റൊരു തോപ്പുംപടിയിലെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിച്ചേർക്കുന്നത്. എന്തായാലും ആ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. ആ നടപടികൾ ഇപ്പോൾ നടത്തി വരികയാണ്. 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ്. ഈ അധ്യയന വർഷം ഇനിയും പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ വേഗത്തിൽ തന്നെ ഈ ഒരു തീരുമാനം എടുക്കാൻ അവർ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അവർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഒരുപക്ഷെ ബുധനാഴ്ച തന്നെ അവർ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകുമെന്നാണ് അവരുടെ രക്ഷിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹിജാബ് വിവാദത്തെ തുടർന്നുണ്ടായ ഈ വിവാദത്തിൽ ആ സ്കൂൾ അധികൃതർ സ്വീകരിച്ച നിലപാട് ഇവരെ വലിയ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം അത് വിവാദത്തിൽ പരാതിക്കാരിയായ കുട്ടിയും കുടുംബവും ഉണ്ടല്ലോ, അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? നേരത്തെ TC വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരുന്നുവല്ലോ. ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയെന്നാണോ നിതിൻ? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ആ ഒരു നിലപാട് അവർ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ TC ഉടൻ വാങ്ങില്ല. പകരം വെള്ളിയാഴ്ച ഈ കോടതി എന്താണോ തീരുമാനമെടുക്കുന്നത്, ഇനിയിപ്പോൾ കുട്ടിയുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് കോടതി ഉത്തരവിട്ട്, അതുമാത്രമല്ല സ്കൂൾ അത് അംഗീകരിക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ ഈ കുട്ടി ആ തീരുമാനം പുനഃപരിശോധിക്കുമെന്നാണ് കുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ TC വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനിടയിലാണ് കുട്ടിയുടെ കുടുംബത്തെയും കൂടി കക്ഷി ചേർത്തിരിക്കുന്നത്. അതോടെ തന്നെ ആ ഒരു നിയമ നടപടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വെള്ളിയാഴ്ചത്തെ ഹർജിയിൽ എന്താണ് കോടതി തീരുമാനമെടുക്കുന്നത്. ഇനി അഥവാ സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനത്തിനൊപ്പമാണ് കോടതി നിൽക്കുന്നതെങ്കിൽ ഉടനെ തന്നെ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകും. ഇനി അതല്ല, കുട്ടിയുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് കോടതി ഉത്തരവിടുകയാണെങ്കിൽ സ്കൂൾ അധികൃതർ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു തീരുമാനം അംഗീകരിക്കുമെന്നാണ് അറിയിക്കുകയാണെങ്കിൽ പിന്നീട് ആ സ്കൂളിൽ തന്നെ വിദ്യാഭ്യാസം തുടരാനാണ് കുട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.